ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സ്റ്റുഡൻസ് കുറേ പേര് ചോദിച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ലൈക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് അയർലൻഡിലേക്ക് എന്നുള്ളത്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുക, ലൈക്ക് പാസ്പോർട്ട്, ഓഫർ ലെറ്റർ, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കുക. 2, കുട. ഇവിടെ വരുമ്പോൾ എന്തായാലും കുട കൊണ്ടുവരിക, ചെറിയൊരു കുട. കാരണം നാട്ടിലത്തെ കുടയുടെ സ്ട്രെങ്ത് ഇവിടുത്തെ കുടയ്ക്കില്ല. എപ്പോഴാണ് ഇവിടെ വെയിൽ, എപ്പോഴാണ് മഴ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 3, ജാക്കറ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഡോണ്ട് ബ്രിങ് എ ലോട്ട് ഓഫ് ടൈം, ബിക്കോസ് ഞാനൊരു 60 കിലോ ഒക്കെ കളഞ്ഞ് കുറേ ജാക്കറ്റ് കൊണ്ടുവന്നു, ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഐ ഹാഡ് ടു ബൈ വൺ ഫ്രം ഹിയർ. ഇവിടുത്തെ ക്ലൈമറ്റിന് ഇവിടുത്തെ ജാക്കറ്റേ നമുക്ക് പറ്റത്തുള്ളൂ. 4, വെരി ലിറ്റിൽ ഡ്രസ്സസ്. ഇങ്ങനത്തെയൊക്കെ ഇവിടെ കിട്ടും. എത്ര ഹീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും നിക്കറൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. കൂടിപ്പോയ ഒരു 4-5 ടോപ്പ്, 2-3 ജീൻസ്, ബാക്കിയൊക്കെ ഒരു തേർമൽസ് അങ്ങനെയൊക്കെ എടുത്താൽ മതി. ലൈക്ക് ഫോർമൽ ഡ്രസ്സസ് 2 എടുക്കണം കേട്ടോ, കാരണം ഇൻ്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ. അല്ല, 1 or 2 ട്രഡീഷണൽ ഡ്രസ്സസ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇവൻറ്റിനുണ്ടെങ്കിൽ, ഓണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ജസ്റ്റ് ഒരെണ്ണം കയ്യിൽ വെക്കാം. വാഷ്റൂമിൽ പോകുമ്പോൾ വെള്ളം യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ എല്ലാ വീട്ടിലും വി ഹാവ് ടു യൂസ് ടിഷ്യൂ. അതുകൊണ്ട് ഈ സാധനം ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്ത സാധനമാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിൽ വെള്ളം നിറച്ചിട്ട് വി ക്യാൻ യൂസ് ഇറ്റ്. പക്ഷേ അമ്മയാണ്, ഞാൻ ഈ സാധനം ഇതുവരെ കൊണ്ടുവന്നിട്ട് ഒരു ഒറ്റ തവണ ട്രൈ ചെയ്തിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല സാധനമാണ്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് അഡോപ്റ്റ് ആവണം. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനില്ല ഇതും കൊണ്ട് തൂക്കിക്കൊണ്ട് നടക്കാനായിട്ട്. അപ്പം നമ്മൾ